നവംബർ 20 ബുധനാഴ്ച. ലൂക്ക 19:11 മുതൽ 28 വരെ വാക്യങ്ങൾ. 1947 ഒരു കൗമാരക്കാരനായ അറബ് ഇടയന് ഒരു ഗുഹയിൽ നിന്ന് ആദ്യത്തെ ചാവുകടൽ ചുരുളുകൾ കണ്ടെത്തി. ദ ഡെഡ് സീ സ്ക്രോൾസ്. ഈ തുകൽ ചുരുളുകൾക്ക് 2000 വർഷം പഴക്കമുണ്ടായിരുന്നു. ആ ചുരുളുകളുടെ വിലമതിക്കാനാകാത്ത ആ ബാലൻ അത് ബെത്ലഹേമിലെ ഒരു തുകൽ വ്യാപാരിക്ക് വളരെ വില കുറച്ചു കൊടുത്തു. ഷൂസ് നന്നാക്കാൻ ആ തുകൽ ഉപയോഗിക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് ആ വ്യാപാരി പിന്നീട് പറയുകയുണ്ടായി. എന്നാൽ ആ ചുരുളുകൾ വളരെ വിലപ്പെട്ടതാണെന്ന് കരുതി അവ പണ്ഡിതന്മാർക്ക് കൈമാറുകയാണ് ചെയ്തത്. ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശു പറയുന്ന ഉപമ ഈ കാര്യം നാടകീയമാക്കുന്നു. നമ്മുടെ കഴിവുകൾ പോലെ ദൈവത്തിൻ്റെ ദാനങ്ങളെ നമുക്ക് പല വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. ചിലത് പ്രയോജനകരമാണ്, മറ്റുള്ളവ വെറുതെ പാഴാക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഉപമയിൽ ഒരു ധനികൻ വിദേശത്തേക്ക് പോവുകയും തൻ്റെ അഭാവത്തിൽ തൻ്റെ ദാസന്മാരെ ഓരോ ചുമതലകൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. താൻ നൽകിയ വിഭവങ്ങൾ അവർ ക്രിയാത്മകമായി ഉപയോഗിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. യേശു ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതിനാൽ അവിടെ എത്തുമ്പോൾ ദൈവരാജ്യം ഉടനെ പ്രത്യക്ഷപ്പെടും എന്ന് കരുതിയവരോടാണ് ഈ ഉപമ അവിടുന്ന് പറഞ്ഞത്. ആ ധാരണ ശരിയാക്കൽ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണമായ ആഗമനത്തിന് മുമ്പായി ഒരു ഇടവേള ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന ഉപമയാണിത്. ആ ഇടവേളയിൽ അവൻ നമുക്ക് നൽകിയ വിഭവങ്ങളും ദാനങ്ങളും ക്രിയാത്മകമായി ഉപയോഗിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഭയനിമിത്തം നാം ഒന്നും ചെയ്യാതിരിക്കരുത് എന്ന് അവൻ പറയുന്നു. ഉപമയിലെ മൂന്നാമത്തെ ദാസൻ്റെ കാര്യമാണത്. ഭയം നമ്മെ നിശ്ചലമാക്കും. പരാജയത്തെക്കുറിച്ചുള്ള ഭയം, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമോ എന്ന ഭയം, ഇതെല്ലാം ഒന്നും ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കും. എന്നാൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് പരാജയപ്പെട്ടാലും എന്തെങ്കിലും നാം ചെയ്യുന്നതാണ്. അതിൽ നിന്ന് നാം കൂടുതൽ പഠിക്കുന്നു. കർത്താവ് നമ്മിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനുള്ള അവസരം നാം നൽകേണ്ടതുണ്ട്. കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ദാനങ്ങൾ നാം തിരിച്ചറിയുകയും അവ ഉപയോഗിക്കുന്നതിൽ ക്രിയാത്മകവും ധൈര്യമുള്ളവരുമായിരിക്കുന്നതിലൂടെ നാം അവ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു. ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയ പ്രത്യേക ദാനങ്ങളെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും അവ ആവശ്യമുള്ള സഹോദരങ്ങളുടെ പ്രയോജനത്തിനായി നാം എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് ചിന്തിക്കാൻ ഇന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. പണം, സ്വത്ത്, പ്രൊഫഷണൽ സ്റ്റാറ്റസ്, അക്കാദമിക് അല്ലെങ്കിൽ മറ്റ് യോഗ്യതകൾ, ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ദാനങ്ങൾ. ഇവയോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? ജന്മന നേടിയതും പിന്നീട് നേടിയെടുത്തതുമായ നമ്മുടെ കഴിവുകളും ദാനങ്ങളും എവിടെയാണ് നിക്ഷേപിക്കുന്നത്?
പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സന്ദേശം വളരെ വ്യക്തമാണ്. നാം എത്രത്തോളം നിക്ഷേപിക്കുന്നുവോ അത്രയും നേട്ടമുണ്ടാകും. നമുക്ക് നിശ്ചലമായി നിൽക്കാനോ ഉള്ളതിലെ മുറുകെ പിടിച്ച് കഴിയാനോ സാധിക്കില്ല. വിട്ടുകൊടുക്കുക, പങ്കുവയ്ക്കുക എന്നത് മാത്രമാണ് നേട്ടത്തിനുള്ള ഏക മാർഗം. ജീവിതം കൂടുതൽ സമ്പാദിക്കുന്നതാണെന്നും സുരക്ഷിതത്വം ഉണ്ടാകുമെന്നും കരുതുന്ന പലരുടെയും ചിന്താരീതിക്ക് ഇത് തികച്ചും അന്യമായൊരു മനോഭാവമാണ്. എന്നാൽ സുവിശേഷത്തിൻ്റെ വഴിയാണ് യഥാർത്ഥത്തിലെ അർത്ഥവത്തായ ഏകമാർഗം. ശേഖരിക്കുന്നതിലല്ല, പിന്നെയോ പങ്കുവയ്ക്കുന്നതിലൂടെയാണ് നാം കൂടുതൽ നേടുന്നത്. സമ്പത്ത് യഥാർത്ഥത്തിലെ സ്വാതന്ത്ര്യവും സുരക്ഷയും സമാധാനവും ആണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.